നമസ്കാരം. IPSകാരിയെ മേയറാക്കാത്തത് CPMന് ഗുണമായി. അതുൽ കൃഷ്ണ ആത്മഹത്യ ചെയ്യാത്തത് CPMന് വിനയായി. CPMന് മറ്റത്തൂർ നൽകുന്ന പാഠം എന്താണ്? ഒരു പാട്ട്, പോറ്റിയെ കേറ്റിയെ എന്ന പാട്ട്, ആ പാട്ടിനേക്കാൾ വലിയൊരു മുന്നറിയിപ്പാണ് മറ്റത്തൂർ നൽകുന്നത് എന്ന് മറക്കരുത്. മറ്റത്തൂർ ചിലപ്പോൾ ഇനിയിപ്പോൾ വരുന്ന അടുത്ത തെരഞ്ഞെടുപ്പ് ഗാനങ്ങളിലൊക്കെ നിറഞ്ഞൊഴുകാൻ പോകുന്നത് ഈ മറ്റത്തൂരിനെ കുറിച്ചിട്ടുള്ള പാട്ടായിരിക്കും. ചിലപ്പോൾ അത് ഇളയരാജ മുതൽ AR റഹ്മാൻ വരെയുള്ള സംഗീതജ്ഞർ അതിന് സംഗീതം നിർവഹിച്ചേക്കാം. നമ്മുടെ കാര്യം മനസ്സിലാക്കേണ്ടത്, നമുക്ക് സാജനെ അറിയാം, നവീൻ ബാബുവിനെ അറിയാം, എന്തിന് വേളിയിൽ ആത്മഹത്യ ചെയ്ത സുരേഷിനെ വരെ നമുക്കറിയാം. അപ്പോൾ അതുപോലെ സാജനെയും നവീൻ ബാബുവിനെയും വേളിയിലെ സുരേഷിനെയും പോലെയൊന്നും കമ്മ്യൂണിസ്റ്റുകാരാ നിങ്ങളെ പേടിച്ച് ആത്മഹത്യ ചെയ്യാൻ തയ്യാറാകാതിരുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട് അങ്ങ് മറ്റത്തൂരിൽ, അതുൽ കൃഷ്ണ. അവന്റെ വിജയമാണിത്. മറ്റത്തൂർ വിഷയത്തെപ്പറ്റി കുലങ്കുഷമായിട്ട് പഠിക്കുമ്പോൾ അത് തൃശ്ശൂർക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ എട്ടിന്റെ പണിയും അതിന് മറുപടിയായിട്ട് മുട്ടൻ പണിയുമായിരുന്നു CPMന് കിട്ടിയത് എന്ന് വേണമെങ്കിൽ പറയാം. വേണമെങ്കിൽ നമുക്കൊരു സിനിമയൊക്കെ ആക്കാൻ സാധിക്കുന്ന ഒരു മധുര പ്രതികാരത്തിന്റെ ഒരു കഥ. അതുൽ കൃഷ്ണ എന്ന ഒരു പയ്യൻ ആറ്റുനോറ്റ് സ്ഥാപിച്ച ഒരു ഹോളോ ബ്രിക്സ് ഫാക്ടറിയെ ഇല്ലാതാക്കുവാൻ അവിടുത്തെ വനിതാ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബീബി കളിച്ചപ്പോൾ ആ പ്രസിഡന്റിനെതിരെ തിരിച്ചു കളിച്ചതാണ് കേരളം ഇപ്പോൾ വലിയ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമായി മറ്റത്തൂരിനെ മാറ്റിയത്. ആന്തൂരിലെ സാജനെതിരെ മുനിസിപ്പൽ ചെയർപേഴ്സൺ കളിച്ചപ്പോൾ ആ പാവം മനുഷ്യൻ ആത്മഹത്യ ചെയ്തത് കേരളം കണ്ണീരോടുകൂടി കണ്ടതാണ്. അതുപോലെ ADM നവീൻ ബാബുവിനൊരു PP ദിവ്യ കളിച്ചപ്പോൾ ആ മനുഷ്യനും ആത്മഹത്യ ചെയ്ത് വിടവാങ്ങി. വേളിയിലെ സുരേഷും ആത്മഹത്യ ചെയ്തു. പക്ഷേ തൃശ്ശൂർക്കാരൻ അതുൽ കൃഷ്ണ ആ കളികളെയൊക്കെ ചങ്കൂറ്റത്തോടെ നേരിട്ടു എന്നുള്ളതാണ്. മറ്റത്തൂർ എന്ന ഗ്രാമം ഇനി അറിയപ്പെടുക ഇതേ അതുൽ കൃഷ്ണയുടെ പേരിലായിരിക്കും. കേരളത്തിന്റെ കാലുമാറ്റത്തിന്റെ അപ്പോസ്തലനായിരുന്ന ലോനപ്പൻ നമ്പാടന്റെ മണ്ണിൽ ഇതല്ല, ഇതിനപ്പുറവും നടന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ലോനപ്പൻ നമ്പാടന് പകരക്കാരനായിട്ട് KR ഔസേപ്പ് വന്നു എന്ന് മാത്രം. BJPയുടെ കോട്ടയായ കൊടകരയും പരിസര പ്രദേശങ്ങളിലും കോൺഗ്രസിനും വിമതർക്കും കൂടി 10 സീറ്റുകൾ കിട്ടിയത് തന്നെ മഹാത്ഭുതം. അത്രമാത്രം ഈ ഭരണത്തെയൊക്കെ ജനം വെറുക്കുന്നു എന്ന് വേണം കരുതുവാൻ. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവിടെ 100% തെറ്റ് സംഭവിച്ചിരിക്കുന്നത് തൃശ്ശൂർ DCCക്ക് മാത്രമാണ്. ഇത്രയും കഴിവുകെട്ട ഒരു DCC കേരളത്തിൽ നിലവിലില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഗുജറാത്തും ബീഹാറും UPയിലും വരെ DCCകൾ നന്നായി വരുന്ന ഈ കാലഘട്ടത്തിൽ ഒരു ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്തവരാണ് തൃശ്ശൂർ DCCയെ നയിക്കുന്നത് എന്നുള്ളതാണ്. എന്തിനും ഏതിനും പഴിചാരപ്പെടുന്നതല്ല, പഴി നിങ്ങൾ കേൾക്കുന്നതാണ് DCCക്കാരാ. ആദ്യം പടിയടച്ച് പിണ്ടം വെക്കേണ്ടത് മുൻ DCC പ്രസിഡന്റുമാരെയാണ്. ഇപ്പോഴത്തെ പ്രസിഡന്റിന് സുവിശേഷ പ്രാസംഗികനാകുവാൻ കൊള്ളാം. അതിനെ പറ്റിയ ഒരു ആളാണ് ഇപ്പോഴത്തെ DCC പ്രസിഡന്റ്. പഴയവരെ ആ പരിസരത്ത് വരാതെ നിർത്തിയാൽ കേരളത്തിൽ ഏറ്റവും നല്ല കോൺഗ്രസുകാർ ഏറ്റവും നല്ല റിസൾട്ടുകൾ നൽകുക തൃശ്ശൂർ ജില്ലയിലായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അതിന് നിങ്ങൾ ചെയ്യേണ്ടത്, KPCC ചെയ്യേണ്ടത് പഴയ DCC പ്രസിഡന്റുമാരെയൊക്കെ 6 അടി അകലത്തിൽ നിർത്തണം എന്നുള്ളതാണ്. അതിന് കോൺഗ്രസിന് കഴിഞ്ഞാൽ നല്ല റിസൾട്ടുകൾ നിങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ, നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയെടുക്കുവാൻ പറ്റിയേക്കും. വെറും പണത്തിനും കള്ളിനും വേണ്ടി മാത്രമായി ജീവിക്കുന്ന ഇത്തരക്കാരെ സ്ഥാനാർത്ഥി നിർണയത്തിലും ഭാരവാഹി നിർണയത്തിലും അടുപ്പിക്കാതെ മാറ്റി നിർത്തിയാൽ തൃശ്ശൂരിൽ തിളങ്ങാം കോൺഗ്രസിന്. കോൺഗ്രസിന്റെ കുത്തകയായിരുന്ന തൃശ്ശൂർ സീറ്റിൽ പത്മജയെ കാലുവാരി തോൽപ്പിച്ചതിന് ശേഷം പിന്നീട് ആ പാർലമെന്റ് സീറ്റ് BJPക്ക് എഴുതി കൊടുത്തതും എല്ലാം ഇവരുടെയൊക്കെ ഈ കെടുകാര്യസ്ഥതയാണ് എന്നുള്ളതാണ്. മറ്റത്തൂർ പഞ്ചായത്തിലെ പോലെ തന്നെ ഒട്ടുമിക്ക പഞ്ചായത്തുകളിലും അവസ്ഥകൾ ഇതൊക്കെ തന്നെയാണ് കോൺഗ്രസിന്റെ അടക്കം. പഴയ മാളയായ കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിലും കാര്യങ്ങൾ മറ്റത്തൂരിനേക്കാൾ കഷ്ടമാണ്. കള്ളിനും കരിമീനിനും വേണ്ടി മാത്രം പാർട്ടിയെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന ചിലരുടെ കൈകളിലാണ് പാർട്ടി എന്ന് പറയേണ്ടിയിരിക്കുന്നു. ആത്മാർത്ഥമായി പാർട്ടിയോട് കൂറുള്ളവരെ ഗ്രൂപ്പിന്റെ പേരിലും അല്ലാതെയും ഞെരുക്കിക്കൊണ്ട് ഒരുമാതിരി വല്ലാത്ത അവസ്ഥയിലേക്ക് അവിടുത്തെ സ്ഥിതിവിശേഷം മാറിക്കൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ അങ്ങനെ ഇല്ലാതാക്കുന്ന ഒരു പാർട്ടിയെ DCC എന്ന് പറയപ്പെടുന്ന സംവിധാനത്തിനെ തന്നെ. ഇവിടെ നമ്മളെ പ്രതിപക്ഷ നേതാവിന്റെ മൂക്കിന് താഴെയുള്ള ഈ പ്രദേശങ്ങളിൽ ലേശം ഒന്ന് ശ്രദ്ധിച്ചാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2-3 സീറ്റുകൾ കൂടി നേടിയെടുക്കാൻ കഴിയും. ഇപ്പോഴത്തെ സ്ഥിതിയിൽ പാർട്ടി അവിടെ 8 നിലയിൽ പൊട്ടും.
കയ്പമംഗലം, കൊടുങ്ങല്ലൂർ, ഇരിങ്ങാലക്കുട ഒക്കെ വളരെ സാധ്യതയുള്ള മണ്ഡലങ്ങളാണ്. പക്ഷെ ഇങ്ങനെയാണ് പോക്കെങ്കിൽ കോൺഗ്രസ്സുകാരാ, നിങ്ങളുടെ കൈപ്പത്തി മടക്കി നിങ്ങൾക്ക് മടങ്ങേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വിപ്ലവ ഗാനങ്ങൾ കൊണ്ടും നാടക ഗാനങ്ങൾ കൊണ്ടും കഥാപ്രസംഗങ്ങൾ കൊണ്ടും കേരളത്തിൽ വേരൂന്നിയ ഒരു പ്രസ്ഥാനത്തെ കേവലം ഒരു കുഞ്ഞബ്ദുള്ള ഖത്തറിൽ നിന്നും ഇറക്കിവിട്ട ഒരു പാട്ടിനാൽ നിലംപരിശാക്കി വിട്ടപ്പോൾ ഇനിയുള്ള നാളുകൾ പാട്ടുകൾ കൊണ്ട് കേരളം നിറയുമെന്നതിൽ സംശയമില്ല. CPM വരുത്തി വെക്കുന്ന ഓരോ വിനയെ അതിനായുള്ള മുന്നൊരുക്കങ്ങൾ ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. കേരള യാത്ര ഒരിക്കൽ കൂടി കേരളത്തിലൂടെ ഇഴഞ്ഞു നീങ്ങുമ്പോൾ ബോറൻ പ്രാസംഗികർക്ക് പകരമായിട്ട് ഇനി നല്ല പാട്ടുകൾക്ക് നൃത്തം വയ്ക്കാനാകും ഇവിടുത്തെ ജനങ്ങളുടെ വിധി എന്ന് പറയപ്പെടുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം IPSകാരിയല്ല യഥാർത്ഥ മേയർ ആകേണ്ടത് എന്നത് ഒരൊറ്റ ദിവസത്തിൽ തന്നെ ശ്രീലേഖ തെളിയിച്ചു എന്നുള്ളതാണ്. അവരെങ്ങാനും മേയർ ആയിരുന്നുവെങ്കിൽ ആര്യയുടെ അമ്മുമ്മയാകുമായിരുന്നു. തിരുവനന്തപുരത്തുകാരുടെ ഭാഗ്യമാണ് അവരെ മേയറാക്കാതെ പുറത്തിരുത്തിയത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെ ആക്കിയിരുന്നുവെങ്കിൽ ചിലപ്പോൾ UDF നിയമസഭകൾ മുഴുവനും തൂത്തുവാരി മാറ്റുന്നു. രാഷ്ട്രീയക്കാർ ഇവരെക്കാളൊക്കെ എത്രയോ ഭേദമെന്ന് MLA ഓഫീസ് വിഷയത്തിൽ ഈ IPSകാരി കാണിച്ചും തന്നു. എല്ലാം കഴിഞ്ഞുള്ള ആ കെട്ടിപ്പിടുത്തമാണല്ലോ ഇവരെ ഒന്നുമല്ലാതാക്കിയത് എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. ഇവരൊരു രാഷ്ട്രീയക്കാരിയാണോ അതോ ഇവരൊരു IPSകാരിയാണോ എന്നൊക്കെ വല്ലാതെ പകച്ചു പോകുന്ന ഒരു നിമിഷം. 530 പരം പഞ്ചായത്തുകളിൽ പ്രതിപക്ഷത്തിന്റെ പ്രസിഡന്റുമാർ തിരഞ്ഞെടുക്കപ്പെട്ട ആ നല്ല സുദിനത്തില് ആ വിഷമം സഹിക്കവയ്യാതെ പെട്ടെന്ന് 3 വാർത്തകൾ കേരളത്തിൽ കുത്തിനിറയ്ക്കുവാൻ PR പണം കൈപ്പറ്റിയ ചാനലുകാർക്കും സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നവർക്കും സാധിച്ചു എന്നതിൽ അവർക്കും അഭിമാനിക്കാം. അവർ ഏറ്റെടുത്ത കാര്യങ്ങൾ ഭംഗിയായി നിറവേറ്റുന്നു എന്ന് അവർക്ക് അവകാശപ്പെടാം. അതിൽ ആദ്യത്തെ വാർത്ത ഏതാണെന്നറിയാമോ? ഈ മറ്റത്തൂർ വിഷയമായിരുന്നു. രണ്ടാമത്തേതാണ് ഈ MLA ഓഫീസ് വിഷയം. മൂന്നാമത്തേത് ബംഗളൂരുവിലെ കുടിയൊഴിപ്പിക്കലും. ഞാൻ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല എന്ന് മാത്രം. ഒരാളെയും കുത്തി നോയിക്കുവാൻ അല്ലെങ്കിൽ അങ്ങനെ കുത്തി നോയിപ്പിക്കുവാൻ എനിക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട് റഹീമിന്റെ കാര്യം ഇവിടെ ഞാൻ പറയുന്നില്ല. അതവിടെ അടഞ്ഞ അധ്യായമായി നിൽക്കട്ടെ. പക്ഷെ മറ്റത്തൂറും ഈ പറയുന്ന നമ്മുടെ MLAയുടെ ഓഫീസ് വിഷയവുമൊക്കെ വലിയ ചർച്ചയാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മറ്റത്തൂർ എന്ന് പറയപ്പെടുന്ന വിഷയം ഒരു ഐ ഓപ്പണിംഗ് ആണ്. അങ്ങനെ ഒരു കണ്ണു തുറക്കേണ്ടി വരുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് എല്ലാ പാർട്ടിക്കാരും, അത് കോൺഗ്രസും CPMഉം BJPയും അടക്കം ചിന്തിക്കേണ്ടതാണ്. തക്ക സമയത്ത് ഇങ്ങനെ ഓരോരോ വിഷയങ്ങളെ വീണ് കിട്ടിയതിൽ തളർന്ന് വീട്ടിലിരുന്ന അണികളിൽ ആവേശം പകർത്തുവാൻ ഓരോരുത്തർക്കും കഴിയുന്നു എന്നുള്ളതാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഈ രാഷ്ട്രീയത്തെ അവനവൻ ആവശ്യമാകുന്ന തരത്തിലേക്ക് ഉപയോഗിക്കുകയും അവനവന് വേണ്ടി മാത്രമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുമ്പോഴാണ് ഇതിന്റെ പ്രസക്തി നഷ്ടമാകുന്നത്. രാഷ്ട്രീയം എന്ന് പറയപ്പെടുന്ന സാമൂഹ്യ പ്രവർത്തന മേഖലയിൽ നിങ്ങളുടെ കഴിവ് തെളിയിക്കുവാനുള്ള അവസരങ്ങളാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടി മറ്റത്തൂർ നൽകുന്നുണ്ട്. മാത്രമല്ല, മറ്റത്തൂർ എന്ന് പറയപ്പെടുന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP എന്ന് പറയപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടി CPMനെയും കോൺഗ്രസിനെയും അടപടലം പൂട്ടുന്നതിനുള്ള ശ്രമത്തിന്റെ ആദ്യ പടിയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതിന്റെ തുടക്കമാണിത്. അതൊരു അതുൽ കൃഷ്ണ തുടങ്ങി വെക്കുന്നുവെങ്കിൽ ഇനി ബാക്കി അത് പൂർത്തിയാക്കാൻ പോകുന്നത് നരേന്ദ്രമോദിയും അമിത്ഷായുമായിരിക്കും. അവരുടെ തന്ത്രങ്ങളുടെ മറ്റൊരു പകർപ്പാണ് മറ്റത്തൂർ നടന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത DCCക്കാർ മാറി നിന്നുകൊണ്ട് വലിയ പ്രയത്നം നടത്തിയാൽ ചിലപ്പോൾ CPMന് ഇപ്പോൾ കിട്ടിയ ഈ മറ്റത്തൂർ നൽകിയ പാഠമുണ്ടല്ലോ, അതുപോലുള്ള വലിയ പാഠങ്ങൾ നിങ്ങൾക്കില്ലാതായിരിക്കും. കാരണം ഈ ഭരണവിരുദ്ധ വികാരത്തെ വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് കൊഴുപ്പ് കൂട്ടിയാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചിലപ്പോൾ ജയിച്ചു കയറി വരാം. പക്ഷേ മറ്റത്തൂറിനെ നിങ്ങൾ മറന്നാൽ BJP എന്ന് പറയപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടി കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം 8 മുതൽ 12 വരെ സീറ്റുകൾ നേടുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ആ 10-12 സീറ്റുകൾ നിങ്ങളുടെ അടിത്തറ ഇളക്കും. അത് CPMന്റെ ആണെങ്കിലും കോൺഗ്രസിന്റെ ആണെങ്കിലും.